In his memory, let's talk about the idea of India. I think wherever we go, we talk about the idea of India as if it's some new idea that we have about our great country. ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് സഖ്യ സർക്കാരാണ് ഭംഗിയെന്നും കപിൽ സിബൽ. In the context of what our people went through, India has to be managed by us, and India must be managed through a coalition of ideas. MP വീരേന്ദ്രകുമാറിനെ കുറിച്ചുള്ള ലേഖനങ്ങളും അനുസ്മരണക്കുറിപ്പുകളും അടങ്ങിയ ചിരം ജീവിതം എന്ന പുസ്തകം കനിമൊഴി MP പ്രകാശനം ചെയ്തു. പ്രവാസി വ്യവസായിയായ CP സാലിഹ് പുസ്തകം ഏറ്റുവാങ്ങി. That space in politics, in public life, where everybody has a right to express their opinions and the different opinions will be celebrated, and that is the true celebration of people like Virendra Kumarji, and I'm very proud to release this book. കോഴിക്കോട് ടൗൺ ഹാളിൽ MP വീരേന്ദ്രകുമാറിന്റെ ഛായാചിത്രം മേയർ ബീന ഫിലിപ്പ് അനാച്ഛാദനം ചെയ്തു. ഛായാചിത്രം ഇന്ന് ടൗൺ ഹാളിൽ അനാച്ഛാദനം ചെയ്യപ്പെടുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ജനാധിപത്യ രാജ്യത്ത് സംഭവിച്ചുകൂടാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്ന വേളയിൽ കൃത്യമായി ഒരു അഖിലേന്ത്യാ തലത്തിൽ കോഴിക്കോട് നിന്ന് ഒരു കാര്യങ്ങൾ പറയാൻ ആളില്ലാതെ പോയ ഒരു ശൂന്യത നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ഗവാസ്, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് KC ശോഭിത, സ്വാതന്ത്ര്യ സമര സേനാനി P വാസു, മുൻ മേയർ TP ദാസൻ, ഹൗസിംഗ് ബോർഡ് ചെയർമാൻ TV ബാലൻ, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ, RJD ജില്ലാ ജനറൽ സെക്രട്ടറി V കുഞ്ഞാലി, ജില്ലാ പ്രസിഡന്റ് MK ഭാസ്കരൻ, എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ, NC മോയിൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി, കോഴിക്കോട്.